ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചുണ്ടയ്ക്ക ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചുണ്ടയ്ക്ക എങ്ങനെ റെഡിയാക്കാമെന്നും ചുണ്ടയ്ക്ക ഈസി ആയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം കാണാത്തവരെല്ലാം ആ വീഡിയോസ് ഒന്ന് കയറി കണ്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ചുണ്ടയ്ക്ക ക്ലീൻ ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡ് മനസ്സിലാക്കി എടുക്കാനും മറക്കരുതേ. അപ്പോൾ അതാ ചുണ്ടയ്ക്ക നമുക്ക് ഒരു കൈപ്പിടി അളവ് ചുണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചുണ്ടയ്ക്ക ചമ്മന്തി തയ്യാറാക്കാം കേട്ടോ. ഒരു പറ ചോറുണ്ണാം എന്നൊക്കെ പറയില്ലേ, അത് ഈ കറിയുടെ കാര്യത്തിൽ ഉറപ്പായിട്ടും നല്ലൊരു ഡയലോഗ് തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ തന്നെ ഉറപ്പിച്ച് പറയും കേട്ടോ. നിങ്ങൾ എനിക്കത് തിരിച്ച് ഫീഡ്ബാക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പം നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ഒരു കൈപ്പിടി അളവ് ചുണ്ടയ്ക്ക നമ്മുടെ ഈസി ആയിട്ടുള്ള മെത്തേഡിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചുണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ചുണ്ടയ്ക്ക ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് അത് നല്ലോണം ഒന്ന് വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തതും അതിനോടൊപ്പം ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാമേ. അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം സവാള ഒരു ചെറിയൊരു കണ്ണാടി പരുവം എന്നൊക്കെ പറയില്ലേ, ആ പരുവത്തിലൊന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ആഡ് ചെയ്തെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതും മാറ്റിയെടുക്കാമേ. ഇനി എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് വേണമെങ്കിലും, ഇപ്പം ഞാൻ ഈ ചമ്മന്തി തയ്യാറാക്കാൻ കാണിക്കുന്ന റെസിപ്പീസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്നിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഓരോന്നിൻ്റെയും വറവ് പ്രത്യേകമായതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് വേണമെങ്കിലും വറുത്തെടുക്കാം കേട്ടോ, അതും നല്ലതാണ്. അപ്പം ഞാൻ തക്കാളി എല്ലാം മാറ്റിയിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട്. ഇനി അതിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിലേക്കൊരു 4 വറ്റൽമുളക് വറുത്തെടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. 4 നമ്മുടെ എരിവിന് കറക്റ്റ് ആയിരിക്കും. ഇനി അത്യാവശ്യം എരിവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ 6-8 വറ്റൽമുളക് ആഡ് ചെയ്ത് ഇതേപോലെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. അതും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു കൈപ്പിടി അളവ് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഡ് ചെയ്തെടുത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാമേ. നമ്മുടെ ഈ വറവെല്ലാം തയ്യാറാക്കുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിക്കേണ്ടത്. ഇനി കടലപ്പരിപ്പെല്ലാം നല്ലോണം വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് 2 കൈപ്പിടി അളവ് തേങ്ങയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചുണ്ടയ്ക്ക ചമ്മന്തിക്ക് പുളിയാണ് കേട്ടോ മുന്നിട്ട് നിൽക്കേണ്ടത്, അതാണ് ടേസ്റ്റ് നൽകുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഒരു തക്കാളിയും ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പുളി മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ആ ചമ്മന്തിക്ക് ആ ഒരു ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിത് അരച്ചെടുക്കാമേ. അപ്പോൾ ഇതാ ചൂടൊക്കെ ആറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം മുളകെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കി തയ്യാറാക്കി വെച്ചിട്ട് ഐറ്റംസ് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് വെള്ളം ഒന്നും ചേർക്കാതെ നമുക്ക് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ചോറുണ്ണാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാമേ. അരപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചുണ്ടയ്ക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതവിടെ ചുണ്ടയ്ക്ക ചമ്മന്തി ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെയും നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി വേണമെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു താളിപ്പ് തയ്യാറാക്കാം കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ സെയിം പാൻ തന്നെ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ആഡ് ചെയ്ത് 2 വറ്റൽമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ ഓക്കെ, താളിപ്പ് റെഡിയായി. ഇനി നമുക്കത് ചമ്മന്തിയിലോട്ട് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, പറ്റുമെങ്കിൽ മാത്രം അല്ലെങ്കിൽ വേണമെങ്കിൽ മാത്രം നമുക്ക് താളിപ്പ് മതി കേട്ടോ. താളിപ്പ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതവിടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടോടുകൂടി ചമ്മന്തിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ചൂടോടുകൂടി തന്നെ ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല മണമാണ് കടലപ്പരിപ്പിൻ്റെയും ഉഴുന്നുപരിപ്പിൻ്റെയും
ചക്ക മണവും കൂടെ വരുമ്പം അടിപൊളിയാണ് കേട്ടോ. ചുണ്ടക്കയ്ക്ക് കയ്പ്പൊന്നുമില്ല. ചുണ്ടക്കയിൽ ഒരു കയ്പ്പും ഈ ചമ്മന്തിയിലോട്ട് തന്നെ വരില്ല കേട്ടോ. ആ പരിസരത്ത് പോലും വരില്ല. നമ്മൾ ചുണ്ടക്ക ചമ്മന്തിയാണെന്ന് പറയാതെ ആരും അറിയത്ത് പോലും ഇല്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ നമുക്കിനി കുറച്ചൊന്ന് ചോറ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചുണ്ടയ്ക്ക ചമ്മന്തി അതിലോട്ട് വെച്ച് കൊടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.